ഹായ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യത്തെയും നേടിയെടുക്കാൻ പറ്റിയ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. ഇത് നിങ്ങൾക്കൊരു റിലേഷൻ ബന്ധപ്പെട്ടതാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമായിട്ടാണെങ്കിലോ, അങ്ങനെ എന്തും പണമായിക്കോട്ടെ, കാറായിക്കോട്ടെ, എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇന്നത്തെ പ്രാക്ടീസിൽ കൂടെ ഞാൻ പറഞ്ഞു തരാൻ പോണത്. അപ്പൊ ഇത് അറിയുന്നതിന് മുമ്പ് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കുക. കാരണം ഇതുപോലെ ഒരുപാടധികം മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ ഇനി വരാൻ പോകുന്നുണ്ട്. അത് ഓരോ കാര്യത്തിനും സ്പെസിഫിക് വീഡിയോസ് ആയിട്ട് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും സബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കണൊക്കെ ഞെക്കി വെച്ചോ. വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. 6 lakh+ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു പ്രാക്ടീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം. നമ്മുടെ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ക്ലാസിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് നമ്പറും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ലൈവ് ക്ലാസ് എല്ലാ ഞായറാഴ്ചയും നമ്മൾ കൊടുക്കുന്ന ലൈവ് ക്ലാസ്സിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് ആ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രാക്ടീസിനായിട്ട് നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ബുക്കും അതുപോലെ തന്നെ ഒരു പെന്നുമാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിംഗ് മാനിഫെസ്റ്റേഷനിലൂടെയാണ് നമ്മുടെ ഈ ഒരു ആഗ്രഹം എങ്ങനെയാണെന്ന് സാധിച്ചെടുക്കാനായിട്ട് പോകാൻ പോകുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മുടെ മൈൻഡാണ് ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഉപകരണം എന്ന് പറയുന്നത്. അത് എഴുതുന്നതായാലും കയ്യിൽ ഇപ്പൊ എന്തെങ്കിലും എഴുതി വെക്കുന്നതാണെങ്കിലും വെള്ളത്തിൽ എന്തെങ്കിലും ഒട്ടിച്ച് കുടിക്കുന്നതാണെങ്കിലും എല്ലാത്തിനും ഉപരി നമ്മൾ മനസ്സിൽ എന്താണോ വിഷ്വലൈസ് ചെയ്യുക, എന്താണോ ആയി തീരണ്ടേ എന്ന് ചിന്തിക്കുന്നത്, ഇത് മാത്രമേ മാനിഫെസ്റ്റേഷനിൽ വർക്ക് ആവത്തുള്ളൂ. അത് എന്താണെന്ന് നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുക്കുക. ആ ഒരു ബുക്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കണം എന്ന് ആഗ്രഹമുള്ള ആ ഒരു ബിഗ് ഡ്രീം ഇല്ലേ, ആ ബിഗ് ഡ്രീം നിങ്ങൾ ആ ബുക്കിൽ എഴുതി വെക്കുക. അത് എങ്ങനെ എഴുതണം എന്നറിയോ? ഇപ്പൊ ഞാനൊരു കാറാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് എനിക്ക് എന്റെ ഏത് കാറാണോ, ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് BMW M4 കാർ, ബ്ലാക്ക് കളർ കാർ ലഭിച്ചതിൽ നന്ദി. മനസ്സിലായോ? ഓൾറെഡി നമുക്കത് ലഭിച്ചതായിട്ട് വേണം നമ്മൾ അതിൽ എഴുതാനായിട്ട്. അപ്പൊ ലഭിച്ചതിൽ നന്ദി എന്ന് നമ്മൾ ഒരു പ്രാവശ്യം എഴുതാ, 2 പ്രാവശ്യം എഴുതാ, 3 പ്രാവശ്യം എഴുതാ. ഈ പ്രാക്ടീസ് നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റുമോ? ചെയ്യുക. അത്രയധികം റിസൾട്ടുകളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് എഴുതിയതുകൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു കാര്യം വരും? ഒരിക്കലും ഇല്ല. വെറുതെ എഴുതുന്നത് ഏത് ഒരുത്തനും വേണമെങ്കിലും എഴുതി വെക്കാൻ പറ്റും. നമ്മൾ ചെയ്യണത് എന്താ? മാനിഫെസ്റ്റേഷൻ ആക്ച്വലി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡാണ് ഏറ്റവും പവർഫുൾ. നമ്മൾ ഈ എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു ബുക്ക് വായിക്കുന്ന സമയത്തും ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഇത് നമ്മുടെ വണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരാളുടെ റിലേഷൻ ആയിരിക്കും. അപ്പൊ ആ റിലേഷനിൽ ഞാൻ ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത്ര രൂപ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, അതുപോലെ എന്റെ ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞു. ഇങ്ങനെ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മനസ്സിൽ ഈ സാധനം വേണം നിങ്ങൾ ഓടിക്കാനായിട്ട്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുമോ ഡെയിലി ചെയ്യാം, അല്ലെങ്കിൽ പറ്റുന്ന പോലെ നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ മാത്രം ചെയ്യാം. അതുപോലെ എല്ലാത്തിനും ഉപരിയായിട്ട് മനസ്സുകൊണ്ട് വേണം നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാൻ. നമുക്ക് ആ ഒരു സാധനം കിട്ടിയതായിട്ട് ശരിക്കും വിഷ്വലൈസ് ചെയ്യണം. കാരണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് ആ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം പെട്ടെന്ന് വന്ന് ചേരുകയുള്ളൂ. കാരണം ഞാൻ എന്റെ ലൈഫിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ വാങ്ങിച്ച കാർ ആയിക്കോട്ടെ, എനിക്കിപ്പോ അനുഭവിക്കാൻ പറ്റുന്ന ഫെയിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പണം ആയിക്കോട്ടെ, ഇതെല്ലാം ഞാൻ ഒരു കാലത്ത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഞാൻ ശരിക്കും വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാർ എനിക്ക് വാങ്ങാൻ പറ്റി, എനിക്ക് പണം ലഭിച്ചു. ഇതൊക്കെ ഞാൻ ശരിക്കും നല്ല രീതിക്ക് പ്രാക്ടീസുകൾ, പല പല തരം പ്രാക്ടീസുകളുണ്ട്. ഇത് ഏറ്റവും പവർഫുൾ ആണ് മൈൻഡ് പ്രാക്ടീസ്. അപ്പൊ ഞാൻ മൈൻഡ് പ്രാക്ടീസും ചെയ്തിട്ടുണ്ട്, മറ്റൊന്നും ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നുള്ളത് മൈൻഡ് പ്രാക്ടീസ് ആണ്. അതുപോലെ തന്നെ റൈറ്റിംഗ് പ്രാക്ടീസും ആണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്കും ചെയ്തു നോക്കാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മെത്തഡ് കൂടെ 3 പ്രാവശ്യം ചെയ്താൽ ആൻഡ് എല്ലാത്തിനും നന്ദി ഉണ്ടാവുക. ഇപ്പൊ നമ്മളിത് എഴുതി കഴിഞ്ഞാലും താങ്ക് യു എന്ന് നിങ്ങൾ മനസ്സറിഞ്ഞു പറയാം. ഒന്നെങ്കിൽ നിങ്ങളോട് നന്ദി പറയാം, ഈ ഒരു പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. അപ്പൊ എല്ലാത്തിനോടും നന്ദി ഉണ്ടായിരിക്കുക. ഇത് വലിയൊരു ഫാക്ടറാണ് മാനിഫെസ്റ്റേഷനിൽ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത പ്രാക്ടീസ് ആയിട്ട് വരാം. നിങ്ങൾക്ക് ഏത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. അപ്പൊ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.